നെയ്യാറ്റിൻകരയിൽ പിതാവിനെ സമാധിയാക്കി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് സ്ലാബ് ഇട്ട് മൂടിയ സംഭവത്തിൽ ദുരൂഹത ആരോപിക്കുകയാണ് നാട്ടുകാർ. സംഭവത്തിൽ പോലീസ് അന്വേഷണം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആറാലുമൂട് സ്വദേശി ഗോപൻ സ്വാമിയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. എന്നാൽ അത് മരണം തന്നെയാണോ, അത് സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്ന കാര്യങ്ങളിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താൻ ഒരുങ്ങുകയാണ് പോലീസ്. കഴിഞ്ഞ ദിവസമാണ് നെയ്യാറ്റിൻകര സ്വദേശി ഗോപൻ സമാധിയായി എന്ന വിശേഷണത്തോടെ മക്കൾ ബോർഡ് സ്ഥാപിച്ചത്. 2 ആൺമക്കൾ ചേർന്ന് മൃതദേഹം കുഴിച്ചുമൂടി സ്മാരകം വയ്ക്കുകയായിരുന്നു. സന്യാസിയായ അച്ഛൻ സമാധിയായി എന്നാണ് മക്കൾ അവകാശപ്പെടുന്നത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ ദുരൂഹതയുണ്ട് എന്ന് ആരോപിച്ച് നാട്ടുകാർ വരികയായിരുന്നു. ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മരിച്ച ഗോപൻ കിടപ്പ് രോഗിയായിരുന്നുവെന്നാണ് അയൽവാസികൾ പറയുന്നത്. സ്വന്തമായി ശിവക്ഷേത്രം സ്ഥാപിച്ച് പരിപാലിച്ചു വന്നിരുന്ന ഗോപൻ സമാധിയെക്കുറിച്ച് പരിചയക്കാരോട് പറഞ്ഞിരുന്നതായാണ് ചിലർ പറയുന്നത്. സംഭവത്തിൽ എന്തായാലും പോലീസ് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്. മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താനാണ് നീക്കം. ഈ വിഷയത്തിൽ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആരും കാണാൻ പാടില്ലാത്തതുകൊണ്ട് അച്ഛൻ തന്നെ നേരത്തെ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ആരെയും കാണിക്കരുത്, ഇന്ന രീതിയിൽ എനിക്ക് സമാധി കർമ്മങ്ങൾ ചെയ്യണം, സുഗന്ധദ്രവ്യങ്ങൾ ഭസ്മവും കർപ്പൂരം ഇട്ട് ഇന്ന രീതിയിൽ എന്നെ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്ത് വേണം ഓരോന്ന് ചെയ്യാനെന്ന് പറഞ്ഞ് സമാധി ചടങ്ങുകൾ മൊത്തം എനിക്ക് പറഞ്ഞു തന്നു അച്ഛൻ. ആ ചടങ്ങ് പ്രകാരമാണ് ഇപ്പം നമ്മൾ അച്ഛന് ചെയ്തത്. ഈ സമയത്ത് അച്ഛൻ പത്മാസനത്തിലിരുന്ന് മൂലാധാര സ്വാധിഷ്ഠാനം മണിപൂര അനാഗതം വിശുദ്ധി എന്ന് സഹസ്രതള പത്മം എന്ന് പറയുന്ന അതിൽ പ്രാണായാമം ചെയ്താണ് അച്ഛൻ സമാധി ബ്രഹ്മത്തിലേക്ക് ലയിച്ചത്. ആ സമയം ഭയങ്കര ചൈതന്യം വരുന്ന ആ ശരീരം തേജസ്സും ഊർജ്ജസ്വലനായിട്ടാണ് അച്ഛൻ അവിടെ ഇരുന്ന് സമാധിയായത്. ആ സമാധി എന്ന് പറയുന്നത് അത് കാണാൻ പാടില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ആരെയും അറിയിക്കാത്തത്. എല്ലാവരും കൂടെ കിട്ടിയപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് എന്താ പറയുക, അവസരം മുതലാക്കിയാണ് നമ്മളെ ഈ നാട്ടുകാരിപ്പോൾ വെച്ചത്. ഈ അവസരം എങ്ങനെയാണോ മുതലാക്കി ആ നാട്ടുകാർ കൃത്യമായിട്ട് വെച്ചു. ഇനി 41 ദിവസത്തെ പൂജയെല്ലാം കഴിച്ച് മയിലാടിയിൽ നിന്ന് ഈ ലിംഗപ്രതിഷ്ഠ കൊണ്ടുവരും. ലിംഗം കൊണ്ടുവന്ന് ഷടാധാര ലിംഗപ്രതിഷ്ഠ പോലെ ചെയ്താണ് ലിംഗപ്രതിഷ്ഠ അവിടെ ഇനി വെക്കണം. സമാധിയാകുന്ന സമയം 11:30 എന്തായാലും സമാധിയായതാണോ സമാധിയാക്കിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന്റെ കർക്കശമായ ചോദ്യം ചെയ്യലിൽ വ്യക്തമായിക്കൊള്ളും.